നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. കിലോയ്ക്ക് വില 500 രൂപ കടന്നു. തേങ്ങയേക്കാൾ ഡിമാൻഡ് ഇപ്പോൾ ഇവയ്ക്ക്. ദീർഘനാളുകൾക്ക് ശേഷം സംസ്ഥാനത്ത് നാളികേരം വിലയിൽ ഇടിവ് പ്രകടമായതോടെ കവുങ്ങ് പുതിയ പ്രതീക്ഷയാവുകയാണ്. വിപണിയിലെ വെറും കയറ്റിറക്കമല്ല, ആവശ്യകത കൂടുന്നു എന്നാണ് സൂചനകൾ. വ്യാവസായിക ആവശ്യങ്ങളിൽ കാർഷിക വസ്തുവായ അടയ്ക്കയ്ക്ക് ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെ കൊട്ടടയ്ക്കയുടെ വിലയും കുതിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ തളർച്ചയിലായിരുന്ന വിപണി ഉണർന്ന് വില 495 രൂപ മുതൽ 510 രൂപയിലെത്തി. മേൽത്തരം പഴയ കൊട്ടടയ്ക്ക കിലോയ്ക്ക് 100 രൂപയോളം വർദ്ധിച്ചു. കഴിഞ്ഞ സീസണിൽ കിലോയ്ക്ക് 450 രൂപ വരെയും ഉയർന്ന വില കൂപ്പുകുത്തിയതോടെ കർഷകർ നിരാശയിലായിരുന്നു. ഇപ്പോൾ ഉയർച്ച 495 രൂപ മുതൽ 510 രൂപയിലെത്തി. പുതിയ അടയ്ക്കയുടെ വില കിൻഡലിന് 40,000 രൂപ മുതൽ 50,000 രൂപ വരെ എത്തി. കിലോയ്ക്ക് 400 രൂപ വരെയും ലഭിക്കുന്നു. കരിങ്കൊട്ട, ഉള്ളി, ഫട്ടാറ് എന്നിങ്ങനെ ഗുണനിലവാരം കുറഞ്ഞ തിരിവ് ഇനങ്ങളുടെ വിലയിലും വർധനവുണ്ട്. പെയിൻറ് കമ്പനികൾ വർദ്ധിച്ചതാണ് അടയ്ക്കയുടെ നല്ല കാലത്തിന് കാരണമായി പറയുന്നത്. പാക്ക് നിർമ്മാണത്തിന് പുറമെ പെയിൻറ് നിർമ്മാണത്തിനും അടയ്ക്ക കാര്യമായി ഉപയോഗിക്കുന്നു. ഇറക്കുമതിയിലുണ്ടായ കുറവ് മൂലം ഉത്തരേന്ത്യൻ വിപണിയിൽ വലിയ ഡിമാൻഡ് നിലനിൽക്കുന്നുണ്ട്. പാലശ്ശേരിയിൽ പുതുവർഷ കച്ചവടം പൊടിപൊടിച്ചു. കേരളത്തിലെ പ്രധാന അടയ്ക്ക വിപണന കേന്ദ്രമായ ചാലിശ്ശേരി പഴയ അടയ്ക്ക കേന്ദ്രത്തിൽ പുതുവർഷ കച്ചവടം കർഷകർക്ക് പ്രതീക്ഷയായി. കഴിഞ്ഞ ദിവസം ചാലിശ്ശേരിയിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായി 1500 ചാക്ക് അടയ്ക്ക വിൽപ്പനയ്ക്കായി എത്തിച്ചു. പുതുവർഷ ലേലത്തിൽ പുതിയ അടയ്ക്ക കിലോയ്ക്ക് 450 രൂപ, പഴയത് 475 രൂപ നിരക്കിലായിരുന്നു വിൽപ്പന. 97,500 കിലോ, അതായത് 4,875 തുലാം അടയ്ക്കയാണ് ലേലം നടന്നത്. ഇതൊരു സർവ്വകാല റെക്കോർഡാണ്. ഉൽപ്പാദനം കുറഞ്ഞതോടെ പ്രാദേശിക അടയ്ക്കയുടെ ഡിമാൻഡ് നിലനിൽക്കുന്നത് കർഷകർക്ക് ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ. അടയ്ക്കയുടെ താരിഫ് മൂല്യം മെട്രിക് ടണ്ണിന് $7,679 നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസം വിജ്ഞാപനം ഇറക്കിയിരുന്നു. ഇത് ഇറക്കുമതി നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. മലബാർ അടയ്ക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ നാണ്യവിളയ്ക്ക് ഉത്തരേന്ത്യൻ സുപാരി വ്യാപാര കേന്ദ്രങ്ങളായ ഇൻഡോർ, കാൺപൂർ, നാഗ്പൂർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ വൻ ഡിമാൻഡാണുള്ളത്. ഇനി നമുക്ക് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ അടയ്ക്ക വില നോക്കാം. അടയ്ക്ക വിപണി അമല. കൊട്ടടയ്ക്ക പുതിയത് 20 കിലോയ്ക്ക് 7,414 രൂപ മുതൽ 7,712 രൂപ വരെയും, രണ്ടാം തരം 4,900 രൂപ മുതൽ 5,313 രൂപ വരെയും, പഴയത് 20 കിലോയ്ക്ക് 8,150 രൂപ മുതൽ 8,313 രൂപ വരെയും. കേച്ചേരി കൊട്ടടയ്ക്ക പുതിയത് 20 കിലോയ്ക്ക് 7,000 രൂപ മുതൽ 8,000 രൂപ വരെയും, രണ്ടാം തരം 2,000 രൂപ മുതൽ 3,000 രൂപ വരെയും, പഴയത് 20 കിലോയ്ക്ക് 7,000 രൂപ മുതൽ 8,000 രൂപ വരെയും. പഴഞ്ഞി കൊട്ടടയ്ക്ക പുതിയത് 20 കിലോയ്ക്ക് 7,600 രൂപ മുതൽ 8,600 രൂപ വരെയും, രണ്ടാം തരം 4,000 രൂപ മുതൽ 7,100 രൂപ വരെയും, പഴയത് 20 കിലോയ്ക്ക് 8,700 രൂപ മുതൽ 9,650 രൂപ വരെയും. കോഴിക്കോട് അടയ്ക്കയ്ക്ക് 1 കിലോയ്ക്ക് 395 രൂപയാണ്. ഇരിട്ടി കൊട്ടടയ്ക്ക പുതിയത് 320 രൂപ 1 കിലോയ്ക്ക്, കൊട്ടടയ്ക്ക പഴയത് 1 കിലോയ്ക്ക് 370 രൂപ. തളിപ്പറമ്പ് അടയ്ക്ക പുതിയത് 1 കിലോയ്ക്ക് 340 രൂപ മുതൽ 380 രൂപ വരെയും. പയ്യന്നൂർ അടയ്ക്ക പുതിയത് 1 കിലോയ്ക്ക് 320 രൂപ മുതൽ 400 രൂപ വരെയും, അടയ്ക്ക പഴയത് 1 കിലോയ്ക്ക് 420 രൂപ മുതൽ 510 രൂപ വരെയും. കരുവഞ്ചാൽ അടയ്ക്ക പുതിയത് 1 കിലോയ്ക്ക് 375 രൂപ. കുടിയാൻമല അടയ്ക്ക 390 രൂപ കിലോയ്ക്ക്. കാസർഗോഡ് അടയ്ക്ക പുതിയത് 1 കിലോയ്ക്ക് 300 രൂപ മുതൽ 425 രൂപ വരെയും, അടയ്ക്ക പഴയത് 1 കിലോയ്ക്ക് 430 രൂപ മുതൽ 525 രൂപ വരെയും. വെള്ളരിക്കുണ്ട് അടയ്ക്ക പുതിയത് 1 കിലോയ്ക്ക് 410 രൂപ, അടയ്ക്ക പഴയത് 1 കിലോയ്ക്ക് 525 രൂപ. തലശ്ശേരി അടയ്ക്ക പഴയത് 1 കിലോയ്ക്ക് 400 രൂപ, അടയ്ക്ക പുതിയത് 1 കിലോയ്ക്ക് 355 രൂപ. മലപ്പുറം പുലാമന്തോൾ പുതിയത് 1 കിലോയ്ക്ക് 390 രൂപ മുതൽ 455 രൂപ വരെയും, പഴയത് 415 രൂപ മുതൽ 497 രൂപ വരെയും, രണ്ടാം തരം 280 രൂപ മുതൽ 385 രൂപ വരെയും. നെടുമങ്ങാട് കൊട്ടപ്പാക്ക് പഴയതിന് 250 രൂപ മുതൽ 300 രൂപ വരെയും, കൊട്ടപ്പാക്ക് പുതിയത് 1 കിലോയ്ക്ക് 150 രൂപ മുതൽ 200 രൂപ വരെയും. ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ അടയ്ക്ക വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.